അപ്പോൾ രഞ്ജിത്തെ ഉഷാറാക്കുകയാണ്. ഇനിയിപ്പോ സംഘനൃത്തം നാടകമൊക്കെ വരാൻ പോകുന്നു. ഷഹദ് ബാക്കിൽ നിൽപ്പുണ്ട്. കുറച്ച് കലാകാരന്മാരും കൂടി ഒപ്പമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 2 പകലാണ് ഇനിയിപ്പോൾ ഈ കലോത്സവത്തിന്റെ ഈ കലാപൂരത്തിന്റെ ആവേശം ജയ്സൺ ചേട്ടാ അവസാനിക്കാൻ ബാക്കിയുള്ളത്. നമുക്കിപ്പം കുറെ കലാകാരന്മാരുണ്ട്, നമ്മുടെ കലാകാരന്മാരുടെ സംഘമുണ്ട്. പർസയൊക്കെ വലിയ ആവേശത്തിലാണ് നിൽക്കുന്നത്. ഞാനൊരു കുട്ടിയെ പരിചയപ്പെടുത്താം. അലീന, കോഴിക്കോട്ടുകാരിയാണ്. ഈ അലീന 9ാം ക്ലാസ് മുതൽ വരാൻ തുടങ്ങി. 9, 10, +1, +2, ഇപ്പൊ ലാസ്റ്റ് റിട്ടയർമെന്റ് അല്ലേ? അതെ ലാസ്റ്റ്. ഏതൊക്കെ ഐറ്റം പങ്കെടുക്കാം? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. 3 ഐറ്റം. ജില്ലയിൽ നിന്ന് 4 ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാ വർഷവും അങ്ങനെ തന്നെ? എല്ലാ വർഷവും എല്ലാ വർഷവും 4 ഫസ്റ്റ് ആയിട്ട് വരും. കഴിഞ്ഞ വർഷം 2 ഫസ്റ്റ് അങ്ങനെ. ഈ വർഷമാണ് ആദ്യമായിട്ട് 4 ഫസ്റ്റ്. കലോത്സവ വേദി ഈ മത്സരം കഴിയുന്നതോടുകൂടി കലോത്സവ വേദി വിടാനാണോ അല്ലെങ്കിൽ ഐറ്റംസ് ഒക്കെ വിടാനാണോ തീരുമാനം, അല്ലെങ്കിൽ കല മുറുകെ പിടിച്ചോണ്ട് പോകും? കല മുറുകെ പിടിച്ചോണ്ട് എന്റെ കൂടെ ഉണ്ടാവും കല എപ്പോഴും. ചേട്ടാ ഏതെങ്കിലും ഭാവം അറിയാത്തതുണ്ടോ ഒന്ന് കാണിക്കാൻ പറയാൻ? നവരസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്യം. ലാസ്യം ഒന്ന് കാണിക്കും. അടിപൊളി. അപ്പോ നമുക്കിപ്പം ജയ്സൺ ഒരു 1-2 സംഘങ്ങൾ ഇവരെ പരിചയപ്പെടുത്താം. ഒന്ന് ക്ലാസ്സിലേക്ക് പിടിക്കാൻ. ഏതാ അരുൺ സാർ, ഏതാ ഭാവം വേണ്ട പറഞ്ഞാൽ മതി. ആദ്യത്തെ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റിയോടുകൂടി വരട്ടെ, കുറച്ച് വൈഡായി പോയി. ഒന്നുകൂടി ക്ലാരിറ്റി, ഒരു ക്ലോസ് കൊടുത്ത് ഒരു നവരസത്തില് ലാസ്യം അല്ലേ? ഒന്നുകൂടി ക്യാമറ ക്ലോസ് കൂടെ. ഓക്കെ, ഇത് ലാസ്യമാണ്. ഇനി ബീബത്സം എങ്ങനെയാ? ബീബത്സം ഓക്കെ ഓക്കെ. ഇതാണ് ഏതായാലും ഇത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ കലോത്സവം കഴിയുന്നതോടുകൂടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്.